കൈത്ത ആറാം ബുധൻ. വിശുദ്ധ യോഹന്നായ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. യേശു പ്രത്യക്ഷപ്പെടുന്നു. ഒരു ഭൗമിക രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നും അതിലെ ഉയർന്ന സ്ഥാനം ലഭിക്കപ്പെടുമെന്നും കരുതിയാണ് വീടും വീട്ടാരെയും വിട്ട് അവർ യേശുവിൻ്റെ കൂടെ കൂടിയത്. അവൻ്റെ മരണത്തോടെ അവരുടെ സകല പ്രത്യാശയും നശിച്ചു. അതാണല്ലോ പഴയ ജോലി തന്നെ തുടരാൻ അവർ ഇറങ്ങി തിരിച്ചത്. പ്രത്യാശ നശിച്ചവരെ തേടി വരുന്നവനാണ് യേശു എന്നത് ഇന്നത്തെ ഒരു മുഖ്യ പ്രമേയമാണ്. തേടി വരിക മാത്രമല്ല, വലിയ ഇടപെടലുകളും യേശു നടത്തും. ഇന്ന് യേശുവിനെ ഉപേക്ഷിച്ചു പോയവർ 7 പേരാണുള്ളത്. അതൊരു പൂർണ്ണസംഖ്യയുമാണ്. മാത്രമല്ല, അതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 3 പേരുകൾ പത്രോസ്, തോമസ്, അന്ത്രയോസ് എന്നിവരാണ്. ഇന്നും 24 സഭകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയെ പ്രതിനിധാനം ചെയ്യുന്ന 3 പേരുകളാണിത്. പത്രോസ് ലീഹ ലത്തീൻ സഭയെയും, അന്ത്രയോസ് ഗ്രീക്ക് സഭയെയും, തോമസ് സുറിയാനി സഭയെയും വ്യക്തിപരമായി നിരാശ പൂണ്ടിരുന്നവരെ ഉപയോഗപ്പെടുത്തി സഭയുടെ തന്നെ നെടും തൂണുകളായി എടുത്തുയർത്തുന്ന ദൈവപരിപാലനയാണ് നാം ഇവിടെ കാണുക. മാത്രമല്ല, മീൻ പിടിക്കാൻ പോയവരുടെ ഉദ്യമത്തെ മാനിച്ചുകൊണ്ട് വലിയൊരു മീൻപിടുത്തമാണ് യേശു അവർക്ക് തരപ്പെടുത്തി കൊടുത്തത്. അവർ പിടിച്ചെടുത്ത 153 വലിയ മത്സ്യങ്ങൾ ഗലീലി കടലിലെ എല്ലാത്തരം മത്സ്യങ്ങളാണെന്നും അതിനാൽ ലോകജനതയെ മുഴുവൻ പിടിക്കുന്ന മുക്കുവരാക്കുമെന്നുള്ള സൂചനയാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളതെന്നുമാണ് പണ്ഡിതമതം. യേശു വിരിച്ച വലയിൽ അകപ്പെടുന്ന മീനുകളാകാൻ നമുക്ക് കൊതിക്കാം.